ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചൊന്ന് എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. അപ്പോൾ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് അരിയാഹാരങ്ങൾ. ന്യൂജൻ മലയാളി അരിയെ കൈവിട്ടു തുടങ്ങിയോ? അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാലക്കാടിൻ്റെ സ്വന്തം ഹോർമോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രേം നാരായണൻ. അപ്പോൾ ഈ അടുത്തുള്ള ഏറ്റവും കണക്കുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2011 കാലഘട്ടവും 2023 കമ്പാരിസണുള്ള കണക്കാണ് കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ കേരളീയർ അരിയുടെ ഉപയോഗം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് കണക്ക് നോക്കുകയാണെങ്കിലും ഗ്രാമങ്ങളിൽ ശരാശരി ഒരു വീട്ടിലൊരു വ്യക്തി ഒരു മാസം 7.39 കിലോഗ്രാം അരി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് 5.82 കിലോഗ്രാമായി കുറഞ്ഞതായിട്ട് കാണുന്നത്. നഗരങ്ങളിലാണെങ്കിലോ നമ്മുടെ അരിയുടെ ഉപയോഗം ഒരു വ്യക്തി ഒരു മാസം 6.74 കിലോഗ്രാം ഉപയോഗിച്ചിരുന്നെങ്കിൽ 2023 കണക്ക് നോക്കുകയാണെങ്കിലോ അത് 5.25 കിലോഗ്രാമായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അരിയുടെ ഉപയോഗം കുറഞ്ഞായിട്ട് കാണുന്നത്. മാത്രമല്ല റൈസ് മിൽ ഓണേഴ്സും പറയുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു 50% കേരളത്തിൽ അരിയുടെ ഉപയോഗം കുറഞ്ഞതായിട്ടാണ്. ഇനി എൻ്റെ വീട്ടിലെ കണക്കും കൂടി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് വീട്ടിൽ. അപ്പോൾ ശരാശരി ചോറിന് മേടിക്കുന്ന അരി, മട്ടരി നമ്മളൊരു 3 കിലോഗ്രാമാണ് ഒരു മാസത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇഡ്ഡലി ദോശയുടെ അരി ഒരു 4 കിലോഗ്രാമാണ് ഉപയോഗിക്കുന്നത്. അരിപ്പൊടിയും ഒരു ബസ്മതി റൈസും കൂടി ചേർന്ന ഒരു 1 കിലോ. അപ്പോൾ അങ്ങനെ ഒരു മൊത്തം ഒരു 8 കിലോയുടെ അരിയും അരിപ്പൊടികളുമാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. 4 പേരാണ്. അപ്പോൾ 8/4, അതായത് ശരാശരി ഞങ്ങളുടെ വീട്ടിൽ നോക്കുകയാണെങ്കിലോ ഞങ്ങൾ ഓരോരുത്തരും 2 കിലോഗ്രാമിൻ്റെ ഒരു അരി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അരിയുടെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും വരാതിരിക്കുവാനും വന്നവർക്ക് നിയന്ത്രിക്കുവാനും തീർച്ചയായിട്ടും അത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ അരിപ്രിയരായ ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. എത്ര പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.